നിർണയങ്ങൾ. മറ്റൊരു ടൈപ്പ് നിർണയങ്ങളുണ്ട്. ആ നിർണയങ്ങൾ മനസ്സിൻ്റെ ആ താൽക്കാലിക പ്രശ്നത്തിന് പരിഹാരം അല്ലെങ്കിൽ താൽക്കാലിക പരിഹാരം കൊടുക്കാനുള്ള നിർണയമായിരിക്കില്ല. അത് ആ പ്രശ്നത്തിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടെത്തി പരിഹരിക്കുവാനുള്ള നിർണയമായിരിക്കും. അത് ഡിഫറെൻറ്റാണ്. അത് മദ്യപിക്കുന്ന പോലെ എളുപ്പമുള്ള എന്തുകൊണ്ടാണ് എനിക്ക് സ്ട്രെസ് ഉണ്ടാകുന്നത് എന്ന് കണ്ടെത്തുകയും കാരണം കണ്ടെത്തിയിട്ട് ആ കാരണത്തെ വീണ്ടും നമ്മൾ പഠനവിധേയമാക്കുന്നു. ഈ കാരണം പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമാണോ, പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമാണോ എന്ന് ചിന്തിക്കുന്നു. നമ്മൾ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ട് ജീവിതത്തിൽ. ആ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നിന്നിട്ടൊരു കാര്യമില്ല. നമ്മളതിൽ നിന്ന് മുന്നോട്ട് പോയി അതിനൊന്ന് മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ വേണ്ടത്. അടുത്ത വിഷയം, അത് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യണം. ഇവിടെ പരിഹാരം ഞാനാണോ കൊണ്ടുവരേണ്ടത്, അതോ മറ്റൊരാൾ എനിക്ക് വേണ്ടി പരിഹാരം കണ്ടെത്തി തരികയാണോ വേണ്ടത്? എൻ്റെ സ്വഭാവം മാറുകയാണോ, എൻ്റെ കൂടെ ജീവിക്കുന്ന ചിലരുടെ സ്വഭാവം മാറുകയാണോ വേണ്ടത്? എനിക്ക് പുറത്തു നിന്ന് ഇങ്ങോട്ട് വരേണ്ട പരിഹാരമാണോ, അതോ ഞാൻ അങ്ങോട്ട് കാണിക്കേണ്ട പരിഹാരമാണോ? അത് അങ്ങനെ ഘട്ടം ഘട്ടമായി പഠനം ചെയ്തിട്ട് പഠനത്തിൽ നിന്നും ഒരു നിർണയം ഉണ്ടാക്കിയെടുക്കുന്നു. ഇതിന് കുറച്ച് സമയമെടുക്കും, കുറച്ച് ദിവസങ്ങൾ എടുക്കുമായിരിക്കും, ഇരുന്ന് എഴുതി പഠിക്കേണ്ടി വരുമായിരിക്കും ചിലപ്പോൾ. ഇങ്ങനെ ജീവിതത്തിൽ രണ്ട് ടൈപ്പ് നിർണയങ്ങൾ മനുഷ്യൻ പൊതുവെ എടുക്കാറുണ്ട്. സന്ധിഘട്ടങ്ങളിൽ, പ്രതിസന്ധിഘട്ടങ്ങളിൽ മനുഷ്യൻ രണ്ട് തരത്തിൽ നിർണയങ്ങൾ എടുക്കും. കുറേ കാലങ്ങൾ കഴിയുമ്പോൾ ഈ വ്യക്തി വന്ന വഴികളൊക്കെ ഒന്ന് തിരിഞ്ഞൊന്ന് നിന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് വഴിതെറ്റിപ്പോയി എന്നുള്ളത് മനസ്സിലാവും. ചില ആളുകൾക്ക് കംപ്ലീറ്റ് വഴിതെറ്റിപ്പോയി എന്നുള്ളത്, എവിടെ വെച്ച് വഴിതെറ്റിപ്പോയി എന്ന് കണ്ടെത്താൻ പോലും അറിയില്ല. തിരിച്ച് ട്രാവൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഏതൊക്കെ ജംഗ്ഷനിൽ ഞാൻ എങ്ങോട്ടൊക്കെ തിരിഞ്ഞു എന്നുള്ളത് പോലും അറിയില്ല. വഴിതെറ്റിയാലും എങ്ങനെ വഴിതെറ്റി തിരിച്ചെങ്കിലും പോകാൻ അറിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമായിരുന്നു. പക്ഷെ തിരിച്ചും പോകാൻ അറിയില്ല. കാരണം ഏതൊക്കെ ജംഗ്ഷനിൽ നിന്ന് എങ്ങോട്ടൊക്കെ ഡിസിഷൻ എടുത്തു നമുക്കറിയില്ല ജീവിതത്തിലെ ജംഗ്ഷനിൽ. അതായത് ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും ജംഗ്ഷനുകളിലും നമ്മളെടുത്ത നിർണയങ്ങൾ അൺഅവെയർഡ് ആയിരുന്നു. ഞാൻ ഇടത്തോട്ട് തിരിഞ്ഞോ വലത്തോട്ട് തിരിഞ്ഞോ, യെസ് പറഞ്ഞോ നോ പറഞ്ഞോ, ഞാൻ എൻ്റെ കൂടെ നിന്നോ കൂടെയുള്ള ആളുടെ കൂടെ നിന്നോ, ഞാൻ ധർമ്മത്തിനോടൊപ്പം നിന്നോ അധർമ്മത്തിനോടൊപ്പം നിന്നോ, ഇതൊന്നും ഓർമ്മയില്ല. ജീവിതത്തിൽ എടുക്കുന്ന നിർണയങ്ങൾ ഒന്നും ഓർമ്മയില്ല. അപ്പോഴത്തെ സന്തോഷത്തിന് വേണ്ടി അപ്പോഴത്തെ സൊല്യൂഷന് വേണ്ടിയിട്ട് നിർണയം എടുക്കുക ചെയ്തത്. അങ്ങനെ കുറേ കാലം പോകുമ്പോൾ ഈ വ്യക്തി ഒരു സെൽഫ് മെയ്ഡ് ട്രാപ്പിൽ പെടും. അതാണ് സംഭവിക്കുക. ഒരു സെൽഫ് മെയ്ഡ് ട്രാപ്പ്. അവനവൻ തന്നെ കെട്ടുന്നൊരു ഊരാക്കുടുക്കിൽ പെട്ടുപോകും.